രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടതിന്റെ ഉദ്ഘാടനത്തിന് പലരെയും ക്ഷണിച്ചിട്ടുണ്ട്, സർക്കാർ ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ ഈ കോൺഗ്രസ് പോകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഇപ്പൊ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. അതിലൊരു വ്യക്തത വരേണ്ടതല്ലേ? അല്ല, ഞങ്ങൾ ക്ഷണിച്ചതല്ല, ഞങ്ങൾക്ക് ക്ഷണവുമില്ല. ക്ഷണിച്ചവരോടാണ് ചോദിക്കേണ്ടത്, അവരാണ് എന്താ ചെയ്യാന്ന് മറുപടി പറയേണ്ടത്. അല്ല, വ്യക്തത വരുത്തേണ്ടത് ഞങ്ങളല്ലല്ലോ, ഞങ്ങൾ അതിൽ എവിടെയില്ല. ഞങ്ങൾ ക്ഷണിച്ചവരോ ക്ഷണിക്കപ്പെട്ടവരോ അല്ല, പിന്നെ ഞങ്ങൾ എന്തിനു വ്യക്തത വരുത്തുന്നത്? അല്ല, കോൺഗ്രസുമായി നമ്മൾ സഹകരിക്കുന്നത് ക്ഷേത്ര നിർമ്മാണത്തിനും പള്ളി നിർമ്മാണത്തിനും ഒന്നും അല്ലല്ലോ, അത് രാഷ്ട്രീയമായിട്ടല്ലേ. രാമക്ഷേത്രം എന്നത് ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ടൂൾ കൂടിയാണല്ലോ, അതിലൊരു വ്യക്തത വരണ്ടേ? അല്ല, അതേ സമയത്ത് ഞങ്ങൾ പഠിച്ചിട്ടില്ല, ഞങ്ങൾക്ക് അതിന് ക്ഷണവുമില്ല, ഞങ്ങൾ ക്ഷണിക്കപ്പെട്ടവരുമല്ല. ഞങ്ങൾ ആ കാര്യത്തിൽ വ്യക്തമായ നിലപാട് ഞങ്ങൾക്ക് നേരത്തെ മുതലുള്ളതാണ്. ആ നിലപാടിൽ ഞങ്ങൾ നിൽക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായതിനു ശേഷം പാർട്ടി നേതൃത്വം ആലോചിച്ച് അഭിപ്രായം പറയും. ഞങ്ങൾ ക്ഷണിക്കുന്ന പ്രശ്നം വരുന്നില്ലല്ലോ. രാമക്ഷേത്രം മതേതര സംഭവമാണ്. രാമക്ഷേത്രം ഒരു മതവിഭാഗത്തിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ, അതവർ ചെയ്തോട്ടെ. ആണെങ്കിൽ എന്നുള്ളതിന് പ്രസക്തിയില്ല. ഞങ്ങളുടെ അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ, ഇതിനെ സംബന്ധിച്ചൊക്കെ പാർട്ടി തലത്തിൽ ആലോചിച്ച്, ദേശീയ പ്രശ്നമാണ്, ദേശീയ നേതാക്കന്മാരൊക്കെ ആലോചിച്ചിട്ട് മുസ്ലിം ലീഗ് അഭിപ്രായം പറയണമെങ്കിൽ പറയും, അത്രയേ ഉള്ളൂ. മുസ്ലിം ലീഗ് അങ്ങനെ ആരോട് തിട്ടൂരൊന്നും കൊടുക്കാറില്ല. ഓരോ പാർട്ടിക്കും അവരുടേതായ തീരുമാനം. ഒരു മുന്നണി ആയതുകൊണ്ട് എല്ലാ പാർട്ടിയും അവരുടെ അഭിപ്രായങ്ങളില്ല. ബി ജെ പി രാഷ്ട്രീയ ആയുധമാക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ പങ്കെടുക്കാത്തത് എന്ന് CPM അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ യെച്ചൂരി പറഞ്ഞിട്ടുണ്ട്. വേറെ തടസ്സമൊന്നുമില്ല. BJP അതിനെ രാഷ്ട്രീയ ആയുധമാക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ യെച്ചൂരിയും ഡി രാജയും പറഞ്ഞ പോലെ ഒരു മറുപടി പറയാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കാത്തത്? എങ്ങനെ? യെച്ചൂരിയും ഡി രാജയും ക്ഷണം ലഭിച്ചപ്പോൾ തന്നെ അതിനെ തള്ളി അത് രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായ നിലപാട് പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ. അല്ല, ഇതാണ് നിലപാട് പറയുന്നത്. രാഷ്ട്രീയ ആയുധമാക്കുന്നത് കൊണ്ട് പങ്കെടുക്കുന്നില്ല എന്നാണ് യെച്ചൂരി പറഞ്ഞത്. അത്തരം മറുപടി പറയാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയാത്ത എന്തുകൊണ്ടാണ്? അത് കോൺഗ്രസിനോടല്ലേ ചോദിക്കേണ്ടത്? അല്ല, CPMന്റെ മറുപടിയെ കുറിച്ച് CPMനോട് ചോദിക്കുക, കോൺഗ്രസിന്റെ മറുപടിയെ കുറിച്ച് കോൺഗ്രസിനോട് ചോദിക്കുക. ഞങ്ങളുടെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്, മുസ്ലിം ലീഗിന്റെ. തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്, ഒരു കൃത്യം